വോട്ടെടുപ്പിന് ഇനി 10 നാൾ. ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിച്ച് സർക്കാരും പ്രതിപക്ഷവും. സംവാദത്തിനുള്ള വി.ഡി. സതീശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് മുഖ്യമന്ത്രി. നിയമസഭയിലെ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടിയെന്ന് പരിഹാസം. സ്ഥലവും സമയവും മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന് സതീശൻ. മുതിർന്നവർക്കുള്ള ഹോം വോട്ടിന് തുടക്കം. മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദിയെന്ന് രാഹുൽ ഗാന്ധി. പത്തനംതിട്ടയിലെ പ്രചാരണത്തിൽ സർക്കാരിനും CPM-നും രൂക്ഷ വിമർശനം. കോൺഗ്രസിനെ അധികാരത്തിന് പുറത്തു നിർത്താൻ ശ്രമിക്കുന്നത് BJP എന്ന് രാഹുൽ. കൊട്ടാരക്കരയിലും ചടയമംഗലത്തും മുഖ്യമന്ത്രിയുടെ പ്രചാരണം. അമിത്ഷാ നാളെ തിരുവനന്തപുരത്ത്. വിദേശ സംഭാവന നിയന്ത്രണ ചട്ട ഭേദഗതിക്കെതിരെ കടുത്ത വിമർശനവുമായി ഓർത്തഡോക്സ് സഭയും. ആശങ്കാജനകമെന്നും പുനഃപരിശോധിക്കണമെന്നും ബെസേലിയോസ് മാത്യൂസ് തൃതീയൻ. ബില്ലിന് പിന്നിൽ ഗൂഢലക്ഷ്യമെന്ന് കോൺഗ്രസ്. ഗുണകരമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കരയുദ്ധത്തിനൊരുങ്ങുന്ന അമേരിക്കയ്ക്ക് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി ഇറാൻ. US സൈനികർ പേർഷ്യൻ കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകുമെന്ന് ഇറാൻ സൈനിക വക്താവ്. അമേരിക്കയുടെ ലക്ഷ്യം ഇറാനിലെ ക്രൂഡ് ഓയിലും ഖാർഗ് ദ്വീപും എന്ന് സമ്മതിച്ച് ട്രംപ്. തകർന്നടിഞ്ഞ ഓഹരി വിപണി. സെൻസെക്സ് 1000 പോയിന്റിലേറെ താഴ്ന്നു. നിഫ്റ്റിയിലും കനത്ത ഇടിവ്. കുതിച്ചുയർന്ന ക്രൂഡ് ഓയിൽ വില. സ്വർണ്ണവില താഴോട്ട്. കന്നിപ്പോരാട്ടത്തിന് കച്ചുകെട്ടി വിജയ്. പെരമ്പൂരിലും തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പത്രിക നൽകി. പെരമ്പൂരിൽ പ്രചാരണ തുടക്കം. കൊളത്തൂരിൽ പത്രിക സമർപ്പിച്ച് സ്റ്റാലിൻ. 10,000-ങ്ങളെ ആവേശത്തിൽ ആറാടിച്ച് സ്റ്റാലിന്റെ ശക്തി പ്രകടനം. IPL-ൽ ഇന്ന് രാജകീയ പോരാട്ടം. രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. കൊൽക്കത്തയ്ക്കെതിരെ മുംബൈക്ക് 6 വിക്കറ്റ് ജയം.